ഒരു ചിമ്മിണി ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഉപയോഗത്തിന് കുറച്ച് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഹൈറ്റ് കണ്ടില്ലേ, അപ്പോൾ എൻ്റെ ഒരു ഹൈറ്റിന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കിത് കാണാൻ പറ്റത്തില്ല. കാര്യം ആ ഒരു ഹൈറ്റിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഈ ഒരു ടൈപ്പ് ചിമ്മിണി എന്ന് പറയുമ്പോൾ ഇതൊരു ഹോറിസോണ്ടലായിട്ട് വെക്കുന്ന ഒരു ചിമ്മിണിയാണ്. ഹോറിസോണ്ടൽ ചിമ്മിണി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് ഉണ്ട്, ട്രഡീഷണൽ മോഡലാണ്. ഈ ഒരു ടൈപ്പ് ഉണ്ട്, പിന്നെ കർവ്, അങ്ങനത്തെ പല മോഡലുണ്ട്. ഇതൊരു പഴയ മോഡൽ ചിമ്മിണിയാണ്. കുറച്ച് ഡെപ്തും കുറച്ച് കൂടുതലായിരിക്കും. അപ്പം എന്നെപ്പോലെ കുറച്ച് ഹൈറ്റുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ചിമ്മിണിന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനൊക്കെ ഓക്കെ ആയിരിക്കും, കറക്റ്റ് സെക്ഷനൊക്കെ കിട്ടും. പക്ഷേ എങ്കിലും നമുക്ക് ഈ തലയിടിക്കുന്ന അബദ്ധത്തിൽ പോലും നമുക്ക് തലയിടിക്കുന്നൊരു പ്രശ്നം വരും. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം വന്നതുകൊണ്ടിട്ട് നമുക്ക് ഈ ഒരു ചിമ്മിണി ഒന്ന് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതുകൂടാതെ തന്നെ നമുക്ക് ഈ ചിമ്മിണി എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം. കാര്യം ഇതിൻ്റെ ഇലക്ട്രിസിറ്റി, പൈപ്പ്, അതുപോലെ ഏത് ഹൈറ്റിലാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ളൊരു കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാൻ പോകുന്നത്. ഈ ഒരു ചിമ്മിനിയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു മോഡൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള കർവായിട്ടുള്ള മോഡൽ ചിമ്മിനികളൊക്കെ നമ്മൾ വെക്കുന്നത് ഒരു 65 to 75 സെൻറ്റിമീറ്ററാണ്. 65 സെൻറ്റിമീറ്റർ മുതൽ 75 സെൻറ്റിമീറ്റർ വരെ വെച്ചാലാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ചിമ്മിനി ആ ഒരു ഹൈറ്റിലാണ് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇനിയിപ്പം വെക്കാൻ പോകുന്നത് ഒരു വെർട്ടിക്കൽ മോഡൽ ചിമ്മിണിയാണ്. വെർട്ടിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ ചരിഞ്ഞിരിക്കുന്ന ചിമ്മിണി, സ്ലാൻഡിങ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു ടൈപ്പ് ചിമ്മിണിയാണ് നമ്മളിനിപ്പോൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ എന്നെപ്പോലുള്ള ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ കുറച്ചുകൂടി അത് ഉപയോഗിക്കാൻ എളുപ്പവുമായിരിക്കും. അതേപോലെയുള്ള കറക്റ്റ് ആയിട്ടുള്ളൊരു ഡിസൈനുമാണ് അതിൻ്റെ ആ ഒരു ടൈപ്പ് ചിമ്മിണിയിൽ വരുന്നത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ ചിമ്മിണി ഒന്ന് ഇപ്പോൾ നമ്മൾ ഊരി മാറ്റുവാട്ടെ. ഇത് നമ്മളൊരു ഡബിൾ ഡെക്റ്റൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചെയ്തേക്കുന്നതാണിത്. ഇതിപ്പോൾ ഇത് ഊരി മാറ്റിയിട്ട് നമുക്ക് അടുത്തൊരു പരിപാടി, താഴത്തെ പൊടിയും കാര്യങ്ങളൊക്കെ വീഴും. ഡബിൾ ഡെക്റ്റാണ് ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒരെണ്ണം സെറ്റ് ചെയ്തതാണ്. ആ ഒരു പൈപ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ്. ഇതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുവാണ്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ 2 സ്ക്രൂ ഉണ്ടാവും. ഈ ഇലക്ട്രിക്കൽ ചിമ്മിണി വെച്ചാലുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് വരുന്ന പുകയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക്, അതായത് ഇതിൻ്റെ ഭിത്തിയിലോ കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് പടർന്നു പിടിക്കില്ല. അങ്ങനെ ഒരു ഗുണം നമുക്ക് ഈ ചിമ്മിണിക്കുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എർത്ത് ശരിക്കും മസ്റ്റായിട്ട് ചിമ്മിണിക്ക് കൊടുക്കണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഫിൽറ്റർ നമ്മൾ ഊരി മാറ്റുക കേട്ടോ. ഫിൽറ്റർ ഊരി മാറ്റുവാണ്. പിന്നെ ചിലപ്പം ചില മോഡൽ ചിമ്മിണികളിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ സ്ക്രൂ കൊടുത്തിട്ടുണ്ടാവും. കാര്യം അത് മൂവിങ്ങും എല്ലാം ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ അത് നിർബന്ധമില്ല. അത് ഡിപ്പെൻഡ് ഓൺ മോഡൽ അനുസരിച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യത്യാസം. പഴയ ഒരു ട്രഡീഷണൽ ചിമ്മിണിയാണ്. ഇപ്പോൾ ഈ ടൈപ്പ് ചിമ്മിണികളൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയതുകൊണ്ടിട്ട് കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി കാണാൻ ഭംഗിയുള്ളതും ഒക്കെ ആയിട്ടുള്ള സെക്ഷൻ കൂടുതലും ഒക്കെ ആയിട്ടുള്ള ചിമ്മിണികളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാര്യം ഇതിന് പൊതുവെ ഇത്തിരി സെക്ഷൻ കുറവുള്ള. ഇതിപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചിമ്മിണി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഇതുപോലത്തെ ഒരു ക്ലാമ്പായിരിക്കും, ഹാങ്ങിങ് ക്ലാമ്പ് എന്ന് പറയും. ഈ ക്ലാമ്പുള്ള ഇതിനകത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതല്ല കീ ഹോൾ വരുന്ന ടൈപ്പ് ഉണ്ട്. കീ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താക്കോലിൻ്റെയൊക്കെ ഒരു ഹോൾ വരുന്ന ആ ഒരു സെയിം ഡിസൈൻ. അതിനകത്തേക്ക് നമുക്ക് ഹാങ് ചെയ്തിടുന്ന രീതിയിലാണ് കൂടുതലും ചിമ്മിണികളൊക്കെ വരുന്നത്. ഇതിപ്പോൾ അതിൻ്റെ ഒരു ക്ലാമ്പാണ് കേട്ടോ, പഴയ ചിമ്മിണിയുടെ ഒരു ക്ലാമ്പാണ്. ഇതിനകത്തേക്കാണ് നമുക്ക് ഹാങ് ചെയ്തിടാം. ഇതുമ്പോൾ 2-3 സ്ക്രൂ അടിച്ചിട്ട് ഇതുമേലേക്ക് നമുക്ക് ഹാങ് ചെയ്തിടാം. നമ്മൾ ചിമ്മിണി ഫിറ്റ് ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ പുറത്തേക്ക് പോകേണ്ട ഹോൾ ഇട്ട് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്ന ഒരു സൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 6 ഇഞ്ച് പൈപ്പ് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹോൾ ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ രണ്ടാമത് കുത്തിപ്പൊളി കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഒരിക്കലും നമ്മൾ PVC പൈപ്പ് നമ്മൾ ഇടാതിരിക്കുക നല്ലത്. കാര്യം ഇതുപോലത്തെ ഒരു ഫോയിൽ പൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലും എങ്ങനത്തെ ഷേപ്പിൽ വേണമെങ്കിൽ നമുക്കത് വളച്ച് തിരിച്ച് ആ ഒരു പൈപ്പിൽ തന്നെ നമുക്കത് ബെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ചിമ്മിണിക്ക് എന്തുകൊണ്ടും അത് കുറച്ച് നല്ലതാണ്. സൗണ്ട് കുറയാനും അതുപോലെ കറക്റ്റ് എയർ ഫ്ലോ പുറത്തേക്ക് പോകാനായിട്ട് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു 6 ഇഞ്ച് പൈപ്പ് ഉപയോഗിക്കുക. നേരെ വെളിയിലേക്ക് അതിൻ്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുക. പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിമ്മിണി ഹാങ് ചെയ്യാനുള്ള ഹോൾ അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാനായിട്ട് നമ്മൾ സ്ലാബിൻ്റെ മുകളിൽ നിന്ന് ഇപ്പോൾ വെക്കാൻ പോകുന്ന ചിമ്മിണി വെർട്ടിക്കൽ ആയതുകൊണ്ടിട്ട് അതിനൊരു 45 to 55 ആണ് അതിൻ്റെ ഹൈറ്റ് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുക. അവിടെ നിന്ന് അതിൻ്റെ എന്താണെന്നുള്ള കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഏറ്റവും ആദ്യം നമ്മൾ ചിമ്മിണി പിടിപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഇലക്ട്രിക്കൽ സപ്ലൈ. ഇതിപ്പോൾ ഒരു ഫേസും ന്യൂട്രൽ മാത്രമേ വന്നിട്ടുള്ളൂ.
ഇതിപ്പോൾ നമ്മളൊരു എർത്ത് വയർ കൂടി അതിനകത്ത് വലിച്ചു വെക്കണം. കാര്യം എന്ന് വെച്ചാൽ മുന്നേ ഉണ്ടായിരുന്ന ചിമ്മിണിക്ക് എർത്ത് ഇല്ലായിരുന്നു. കാര്യം അതൊരു മാനുവൽ ടൈപ്പ് ചിമ്മിണിയാണ്. പുഷ് ബട്ടൺ നമ്മൾ സാധാരണ നെക്കിയാൽ ബട്ടൺ ടൈപ്പായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ എർത്ത് നിർബന്ധമില്ല, പക്ഷെ നിർബന്ധമാണ്. പക്ഷെ ഇവിടെ എർത്ത് വരാത്തോണ്ടിട്ട് അത് കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ വെക്കാൻ പോകുന്ന ചിമ്മിണി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്കലി ഓപ്പറേറ്റഡ് ആണ്, അതായത് ടച്ച് കൺട്രോളാണ്. അപ്പോൾ അതിന് നമ്മൾ എർത്ത് മസ്റ്റായിട്ട് കൊടുക്കണം. എന്തിനാണ് ഈ എർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു മീറ്ററിനകത്ത് റീഡിങ് കാണിച്ചു തരാം. ഈ ഒരു റീഡിങ് നമ്മൾ ടെക്നീഷ്യന്മാർ സൈറ്റിൽ വന്നാലും മസ്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ വിലയേറിയ എക്യുപ്മെൻ്റ് എല്ലാം തന്നെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ ഒരു 3 പിൻ, അതായത് 3 പിന്നായിട്ട് വരുന്ന ഏത് എക്യുപ്മെൻറ്റും, അതിപ്പോൾ ചിമ്മിണി ആയാലും ഓവനായാലും ഹോബായാലും എന്തായാലും, അതിപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് പ്രൊഡക്റ്റ് തന്നെ ആയാലും ഈ എർത്ത് എന്ന് പറയുന്ന ഈ ഒരു വലിയ പിന്നിന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. ഇത് ഫേസ് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡ് ന്യൂട്രലുമാണ്, ഇത് എർത്തുമാണ്. ഇതിന് പ്രോപ്പറായിട്ടുള്ള ഒരു വോൾട്ടേജ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ എർത്തിങ് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റൊക്കെ പെട്ടെന്ന് ഡാമേജ് ആകാതിരിക്കാനും അതുകൂടാതെ ഇതിന് കൃത്യമായിട്ട് വർക്കിങ്ങിനുള്ള ഒരു പ്രൊസീജിയർ നടക്കാനും ഈ എർത്തും ഫേസ് ന്യൂട്രലും മസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു 3 പിൻ പ്ലഗിൽ നമുക്ക് ചെക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നമുക്ക് അവിടെ ചിമ്മിണിമേൽ കാണിക്കാൻ 3 പിൻ പ്ലഗ് ഇല്ലാത്തതുകൊണ്ടിട്ടാണ് ഇപ്പോൾ തൊട്ടടുത്തുള്ള പ്ലഗിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിനൊരു വാല്യൂ ഉണ്ട്, മൾട്ടിമീറ്ററിനകത്തൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ കറക്റ്റ് ആണെന്ന് നമ്മൾ ടെക്നീഷ്യന്മാർ നോക്കണം. അതുകൂടാതെ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ ഇലക്ട്രീഷ്യന്മാരുണ്ടെങ്കിൽ അവരുടെ അടുത്തും ഈ ഒരു വാല്യൂ കറക്റ്റ് ആണെന്ന് നോക്കണം. എന്നാലാണ് നമ്മുടെ എക്യുപ്മെൻ്റൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. ഇതൊരു ക്ലാമ്പ് മീറ്ററാണ്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ക്ലാമ്പ് മീറ്റർ ഇല്ലെങ്കിൽ നോർമൽ മീറ്റർ ആയാലും അതിനകത്ത് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടില്ലേ, ഇവിടെ 450 വോൾട്ട് ഒരു ഇങ്ങനത്തെ ഒരു സിമ്പിൾ 6 ആക്ക് പോലത്തെ ഒരു സിമ്പിൾ ഉണ്ടാവും. ഇതാണ് ശരിക്കും AC വോൾട്ടേജ്. അതിൻ്റെ തൊട്ട് താഴെ സ്ട്രെയിറ്റ് ആയിട്ടും ഡോട്ടും കാണിക്കുന്നതാണ് DC വോൾട്ടേജ്. DC നമുക്ക് ആവശ്യമില്ല, AC ആണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ ഈ ഒരു AC വോൾട്ടേജ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇവിടെ താഴത്ത് കാണിക്കുന്നുണ്ട്, V കാണിക്കുന്നുണ്ട്, ഇത് 0 ആവും. മൾട്ടിമീറ്ററിൽ 0 ആയിക്കഴിഞ്ഞാൽ കണ്ടില്ല, ഇപ്പോൾ തന്നെ 0 ആവും. 0 ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് റെഡും ബ്ലാക്കും പ്രോബുണ്ട്. ഈ പ്രോബ് നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഈ ഒരു പിന്നിൽ കൊണ്ടുപോയിട്ട് ഇത് ന്യൂട്രായിട്ടും ഇത് ഫേസ് ആയിട്ടും കൊടുക്കുക. സ്വിച്ച് ഓൺ ചെയ്യുക. നമ്മൾ ഇത് പ്രോബ് കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കാണിക്കുന്ന വോൾട്ടേജ് 226 വോൾട്ടേജ്. ഫൈനലി ചെറിയൊരു വേരിയേഷൻ കാണിക്കും. 226 കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഈ ലെഫ്റ്റ് സൈഡിലെ പ്രോബ് ഇത് നമ്മൾ നേരെ എർത്തിലോട്ട് കൊടുക്കണേ. എർത്തിലോട്ട് കൊടുത്തു കഴിയുമ്പോൾ സെയിം അതേ വോൾട്ടേജ് തന്നെ കാണിക്കുന്നത്. അതായത് എർത്ത് ഏകദേശം ഓക്കെ ആണെന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഫൈനലി നമുക്ക് ഇങ്ങനെയല്ല, ഒന്നും കൂടി ഒരു ചെക്കിങ് കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ന്യൂട്രൽ വയർ ലെഫ്റ്റ് സൈഡിലും ഈ ഒരു പ്രോബ്, അതായത് ഈ ബ്ലാക്ക് പ്രോബ് നമ്മൾ ഈ ഒരു സൈഡിൽ കൊടുക്കുന്നു. ഈ ഒരു റെഡ് വയർ നമ്മൾ എർത്തിൽ കൊടുക്കുന്നുണ്ട്. എർത്തിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ റീഡിങ് വരുന്നത് 2 ആണ്. 2 മുതൽ 1 വരെ നമുക്ക് ആകാം, കുഴപ്പമില്ല. 0 ആകാൻ പാടില്ല. അതുപോലെ തന്നെ 6ന് മേളിൽ പോകാനും പാടില്ല. ബിലോ 6 ആണ് ഇതിൻ്റെ എർത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളതിന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്, മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ബിലോ 6 ആണ്. ഇപ്പോൾ 1 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എർത്തിങ്ങുള്ളതാണ്. കാര്യം ഇവിടെ നേരത്തെ എർത്ത് ഉണ്ടായിരുന്നില്ല. രണ്ടാമത് നമ്മളൊരു പൈപ്പൊക്കെ അടിച്ചിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്. കാര്യം എന്താ വെച്ചാൽ ഈ എർത്ത് എന്ന് പറഞ്ഞ സാധനം നമ്മളുടെ ഓരോ ഭൂമിയുടെ ലെവൽ അനുസരിച്ചിട്ട് ചില ഈർപ്പം കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ കൂടുതൽ എർത്ത് കിട്ടും, ഈർപ്പം കുറഞ്ഞ സ്ഥലങ്ങളാണെങ്കിൽ കുറച്ച് എർത്ത് കുറവായിരിക്കും. അപ്പം എന്നാലും നമ്മൾ ബിലോ 6 ആണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത്. അതായത് ന്യൂട്രൽ ടു എർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് ബിലോ 6 ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 1 ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എർത്ത് തന്നെയുണ്ട്. ബാക്കിയുള്ള വോൾട്ടേജ് എല്ലാം കൃത്യമാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. 226 വോൾട്ട് ഉണ്ട്. ഈ ഒരു ലൈനാണ് നമ്മൾ ചിമ്മിണി ആയാലും ഏത് ലൈനിലായാലും നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ടെസ്റ്റ് ഇതാണ്. ഇത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ബിലോ 6ൽ താഴെ അല്ലെങ്കിൽ മേളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ, 6 എന്ന് പറഞ്ഞാൽ 0യിൽ വരുവാണെന്നുണ്ടെങ്കിലും 6ന് മേളിൽ പോകുകയാണെങ്കിലും എർത്ത് ഇല്ല എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ഇപ്പോൾ വരുന്ന ഇലക്ട്രോണിക്കലി ഓപ്പറേറ്റ് ആയിട്ടുള്ള എല്ലാ മെഷീനുകളിലും ശരിക്കും പറഞ്ഞാൽ എർത്തും കൂടി സപ്പോർട്ടീവാണ്. ഈ എർത്ത് എന്തിനാണ് ഇത്രയും സപ്പോർട്ടീവായിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ടച്ച് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ ഈ എർത്ത് 3 പിന്നായിട്ട് വരുന്ന എല്ലാ പ്രൊഡക്റ്റുകളും. അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഒരു ചില ബോഡിമേൽ എർത്തിങ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എർത്ത് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എർത്ത് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറയുന്നത്. കാരണം ചിമ്മിണിമേലൊക്കെ നമ്മളെപ്പോഴും ടച്ച് ചെയ്യുന്നൊരു മേഖലകളാണ്, ഓവനായാലും നമ്മൾ ടച്ച് ചെയ്യുന്ന മേഖലകളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ എർത്ത് പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചിമ്മിണി ഇൻസ്റ്റാൾ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എർത്ത് പ്രോപ്പർ ആണെന്നുള്ളത് വരുന്ന ടെക്നീഷ്യനോട് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പ്രത്യേകം പറയണം.
ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ചിമ്മിനി ഇതാണ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിതിൻ്റെ ഈ ഒരു സംഭവം നമ്മൾ ബാക്ക് സൈഡ് നോക്കി അറിയാൻ പറ്റും. ഇതിൻ്റെ കീ ഹോളാണ്, കണ്ടില്ലേ? ഇതാണ് ഈ കീ ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് നമുക്ക് എടുക്കണം. ഈ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ സ്ക്രാച്ച് തയ്ക്കാൻ വേണ്ടി ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗം, ഇത് അടിഭാഗമാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മെഷർമെൻറ്റ് 45 അല്ലെങ്കിൽ 55 സൈസ് എന്ന് പറയുന്നത് ഈ ഒരു മെഷർമെൻറ്റിലാണ്. ഇതിപ്പോൾ ഏകദേശം 31 സെൻറ്റിമീറ്റർ ഉണ്ട് ഇതിൻ്റെ കീ ഹോളിൻ്റെ ഈ എൻഡ് വരെ ഉള്ളത്. അതുപോലെ ഇപ്പുറത്തും അതുപോലെ 31 സെൻറ്റിമീറ്റർ ഉണ്ട്. 31 സെൻറ്റിമീറ്റർ. പിന്നെ ഈ ഒരു നീളം, ഈ ഒരു ഹോൾ ടു ഹോൾ സൈസും കൂടി നമ്മൾ എടുക്കണം. ഇതും 35 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ 31 മേളിൽ താഴത്തുനിന്ന് മേളിലേക്കും 35 ഇതിൻ്റെ വീതിയുമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോണ പരിപാടി, ഇവിടെ നിന്നുള്ള ഈ ഒരു അടുപ്പിൻ്റെ സെൻറ്റർ ആദ്യം മാർക്ക് ചെയ്യുക. സെൻറ്റർ ആദ്യം മാർക്ക് ചെയ്ത് നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ മാർക്ക് ചെയ്തു. ഇനി ആ സെൻറ്റർ നമ്മൾ മേളിൽ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഈ ഒരു ടൈലിൻ്റെ വര എടുത്തിട്ട് അതിനുള്ള മെഷർമെൻറ്റ് എടുക്കുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള പരിപാടി. 11 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വര വരുന്നത്. അപ്പോൾ ഈ ഒരു 11 സെൻറ്റിമീറ്റർ ഇവിടെ ഇങ്ങനെ വെച്ചിരുന്നു. നമ്മളിവിടെ സെൻറ്റർ മാർക്ക് ചെയ്തു. സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ഹൈറ്റിലാണ് വെക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം 55 സെൻറ്റിമീറ്റർ ഉണ്ട്. 55 സെൻറ്റിമീറ്ററിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ നിന്ന് മേളിലേക്കാണ് നമ്മൾ ചിമ്മിനി വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ അടിവശം മുതൽ, ഇത് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന അടിവശം മുതൽ നമ്മളിവിടെ വരുന്ന മെഷർമെൻറ്റ് 31 സെൻറ്റിമീറ്റർ ആണ്. നമ്മുടെ 31 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. ഈ 31 സെൻറ്റിമീറ്റർ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വെച്ച 11 സെൻറ്റിമീറ്റർ നമ്മൾ ഇവിടെയും വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു കറക്റ്റ് ലെവലായിട്ട് തന്നെ ഇരിക്കും. കണ്ടില്ലേ? ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ വരുന്നത്. ഇതാണ് ചിമ്മിനിയുടെ സെൻറ്റർ. ഇനി അവിടെ നിന്ന് 35 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നമ്മൾ ഈ പറഞ്ഞ ഈ രണ്ട് കീ ഹോളിൻ്റെ സൈസ് തന്നെ 35 സെൻറ്റിമീറ്ററാണ്. 35 സെൻറ്റിമീറ്ററിൽ 17 വെച്ച് കഴിഞ്ഞാൽ 35 ആവും. അപ്പോൾ 17 സെൻറ്റിമീറ്ററിൽ നമ്മൾ ഇങ്ങനെ വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 17 ഇപ്പുറത്തേക്കും വെച്ചു, ഇപ്പുറത്തേക്ക് ഒരു 17 വെച്ചു. അപ്പോൾ 35 സെൻറ്റിമീറ്റർ ആയി. ഇതാണ് നമുക്ക് 2 ഹോൾ അടിക്കാനുള്ളത്. അപ്പോൾ ഈ ഹോൾ അടിക്കുന്നതിന് നമുക്ക് ഇതുപോലത്തെ ഒരു സ്പിരിറ്റ് ലെവൽ നമുക്ക് അത്യാവശ്യമാണ്. കാര്യം ഇതിപ്പോൾ ലെങ്ത് ഓവർ 30 സെൻറ്റിമീറ്ററിൻ്റെയാണ്. പക്ഷേ എങ്കിൽ തന്നെ നമുക്കത് വെച്ച് മാർക്ക് ചെയ്യാൻ എളുപ്പമാണ്. കാര്യം വാട്ടർ ലെവൽ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പിരിറ്റ് ലെവൽ ഉപയോഗിക്കുന്നത്. ഇല്ലാത്ത ആൾക്കാർ ജസ്റ്റ് മെഷർമെൻറ്റ് താഴത്തുനിന്ന് മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഫുള്ള് മാർക്ക് ചെയ്യുക, തിരിച്ച് ഇപ്പുറത്തേക്ക് വെച്ചിട്ട് അതേ മെഷർമെൻറ്റ് തന്നെ വെച്ചിട്ട് ഇപ്പുറത്തും നമുക്ക് ആ ലെവൽ കൃത്യമാണെന്ന് നോക്കിയതിന് ശേഷം നേരെ ഇപ്പുറത്തും മാർക്ക് ചെയ്യുക. ഈ 2 പോയിൻ്റാണ് നമുക്ക് ഡ്രില്ല് ചെയ്യാനുള്ളത്. ഡ്രില്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് 8mm ഗ്രിപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രിപ്പും ഈ സ്ക്രൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഗ്രിപ്പും സ്ക്രൂവും ചെയ്യുമ്പോഴത്തേക്കും ഈ ഗ്രിപ്പ് കണ്ടില്ലേ, ഇത് കറക്റ്റ് സൈസ് ആയിരിക്കണം. ലൂസ് വന്നു കഴിഞ്ഞാൽ ചിമ്മിണി ഇളകി തിരിച്ച് താഴത്തേക്ക് തന്നെ പോരും. അപ്പോൾ ഈ ഒരു ഗ്രിപ്പ് നമുക്ക് ഡ്രില്ല് ചെയ്യാം. ഇതിപ്പോൾ ഒരു ഹാമറിങ് ഡ്രില്ലാണ് കേട്ടോ. ഇതിപ്പോൾ നോർമൽ ബിറ്റാണ്. ഇതിപ്പോൾ വിട്രിഫൈഡ് ടൈലാണ്. വിട്രിഫൈഡ് ടൈൽ ഈ ബിറ്റ് അടിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ അത് സൂക്ഷിച്ച് വളരെ കൈകാര്യം ചെയ്ത് തന്നെ അടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിവിടെ പൊട്ടിയിരിക്കുന്ന പോലെ ചിന്നി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപർപ്പസ് ബിറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതാകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ നോർമൽ മോഡിലിടുക, ഹാമറിങ് ഇല്ലാതെ നോർമൽ പവറില്ലാത്ത രീതിയിൽ അടിച്ചിട്ട് ഇതിന് ആദ്യം ഒരു ഹോൾ ഉണ്ടാക്കുക. ചെറുതായിട്ട് തുള വന്നതിന് ശേഷം നമ്മൾ പതുക്കെ ഹാമറിങ്ങിലേക്ക് ഇടുക. അപ്പോൾ കറക്റ്റായിട്ട് അത് തുളഞ്ഞ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. രണ്ട് ഹോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അതിൻ്റെ ഗ്രിപ്പ് വെച്ചിട്ട് നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ 2 ഗ്രിപ്പ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലേ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രിപ്പാണിത്. ഇതിപ്പോൾ നമ്മൾ സ്ക്രൂ കയറ്റുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്ക്രൂ കയറ്റേണ്ട ഒരു മിനിമം ലെവലുണ്ട്. എന്നുവെച്ചാൽ ഇതിൻ്റെ ആ ഒരു ഹോളിൻ്റെ കറക്റ്റായിട്ട് കീ ഹോൾ ഒരുപാട് ലെങ്ത്തിലേക്ക് ചാടിച്ചാൽ ചിമ്മിനി അത്രയും പുറത്തേക്ക് ചാടിക്കിടക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലെവലിൽ തന്നെ നിർത്താനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അടുത്ത സ്ക്രൂവും കയറ്റുക. ഇനി സ്ക്രൂ ഡ്രൈവർ അല്ല, നെറ്റ് ഡ്രൈവറോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ കറക്റ്റ് ആ ഒരു ടൈറ്റിന് നമുക്ക് കിട്ടും. കണ്ടില്ലേ? അപ്പോൾ ആ ഒരു തകിടിൻ്റെ കനമാണ് നമ്മൾ ഗ്യാപ്പ് ഇട്ടേക്കണം. ആ ഒരു തകിടിൻ്റെ കനം ഇടുക. ഇനി നമുക്ക് ഈ ചിമ്മിനി ഇപ്പോൾ നമുക്കിത് ഹാങ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഹോള് നോക്കിയിട്ട്
ഇതിന് നമുക്ക് കൊണ്ട് ഹാങ് ചെയ്യാം. ആ കീ ഹോള് കറക്റ്റായിട്ട് വെച്ചിട്ട് ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റാണെങ്കിൽ ചിമ്മിണി നമ്മൾ ഹാങ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പരിപാടി. മേജറായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനും ഇല്ല, ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇനി ഈ പൈപ്പ് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യണം. ഈ പൈപ്പ് കണക്ട് ചെയ്യുന്നത് നമുക്ക് ഇതൊരു അലുമിനിയം ഫോയിൽ ടേപ്പാണ് കേട്ടോ. കാര്യം ഇതൊരു അലുമിനിയം ഫോയിൽ എന്ന് പറഞ്ഞാൽ ചൂട് വന്നാലും അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നാൽ ഡാമേജ് ആകാതിരിക്കാനായിട്ട് ഇങ്ങനത്തെ ടേപ്പ് ഉപയോഗിക്കുന്നത്. ഇത് വരുന്ന ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്ന ടെക്നീഷ്യന്മാരുടെ കയ്യിൽ ടേപ്പ് ഉണ്ടാവും, പക്ഷേ നമ്മൾ അതിന് അഡീഷണൽ പൈസ കൊടുക്കണം. കാര്യം ഇതൊരു റോളിന് ഏകദേശം 400 മുതൽ 500 വരെയൊക്കെ മാർക്കറ്റിൽ റേറ്റ് ഉള്ളതാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ചെറിയൊരു പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും, എന്നാലാണ് ഇത് അത് ഒട്ടിച്ച് വെക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇതിൻ്റെ പൈപ്പ് കൊടുക്കാനായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഡയറക്റ്റ് നമുക്ക് ഈ ഒരു 6 ഇഞ്ച് പൈപ്പ് കണ്ട ടൈറ്റായിട്ട് കറക്റ്റായിട്ട് കയറി നിൽക്കും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇത് കണക്ട് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആ പൈപ്പ് കറക്റ്റായിട്ട് കണക്റ്റായിട്ട് നിൽപ്പുണ്ട്. PVC പൈപ്പാണെങ്കിൽ നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്ന് 2 സ്ക്രൂ കൊടുത്തേക്കാം. സ്ക്രൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ പൈപ്പ് പൊങ്ങിപ്പോലായിരിക്കും. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സ്ക്രൂ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടേപ്പ് ചുറ്റേണ്ട ആവശ്യമില്ല, കറക്റ്റായിട്ട് നമുക്ക് അത് ഫിറ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് സ്ക്രൂ കൊടുക്കേണ്ട മാത്രം മതി. ടേപ്പ് ചെയ്തില്ലെങ്കിലും അത് മൂവ് ചെയ്ത് പോരില്ല. പക്ഷെ എന്നാലും നമ്മളൊരു ടേപ്പ് കൊടുക്കുന്നുണ്ട്. 2 സൈഡിലേക്ക് നമുക്ക് സ്ക്രൂ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഫിക്സറായിട്ട് ഇരുന്നോളും. ശ്രദ്ധിച്ച് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ ഈ അലുമിനിയം പൈപ്പാണ്, ഫോയിൽ പൈപ്പാണ്. സ്ക്രൂ ഡ്രൈവറൊക്കെ തുളഞ്ഞ് കയറി കഴിഞ്ഞാൽ അവിടെ തുള വീഴും. പിന്നെ അത് നമ്മൾ പൈപ്പ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടേ പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ചിമ്മിണി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പോൾ നമുക്കിവിടെ എർത്തിൻ്റെ സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് ഞാനത് കണക്ഷൻ കൊടുക്കുന്നില്ല. നമ്മൾ ഒരു എക്സ്റ്റൻഷൻ ബോക്സ് എടുത്ത് നമ്മളതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു ടച്ച് കൺട്രോളാണ്. നമുക്ക് ടൈമറുണ്ട്, ലൈറ്റുണ്ട്, ഓഫ് ബട്ടൺ ഉണ്ട്, ഓൺ ബട്ടൺ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓൺ ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്പീഡിലേക്ക് നമ്മൾ റൺ ചെയ്യും. പിന്നെ ആ ഓൺ ബട്ടണിൽ ഒന്നുകൂടി നോക്കിയ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇങ്ങനെ 4 സ്പീഡാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമുക്ക് ലൈറ്റ് ഉണ്ട്, 2 ലൈറ്റ് ഇവിടെ താഴത്തുണ്ട്. ഈ 2 ലൈറ്റും കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഇതിനകത്തൊരു ടൈമറുണ്ട്. ഈ ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആ ചിമ്മിണി ഓഫായി പോകും, ഓഫായി കിടക്കും, ഓണായിരിക്കില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ മോഡൽ ടു മോഡൽ വ്യത്യാസങ്ങളെല്ലാം വരും കേട്ടോ. ഇതിൻ്റെ ഫിൽട്രേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പൊക്കി നമുക്ക് എടുക്കാം. ഇതിൻ്റെ പൊക്കി എടുത്തിട്ട് ഇത് ഇവിടെയാണ് ഇതിൻ്റെ ഫിൽട്രേഷൻ ഏരിയ. ഇതിൻ്റെ ഫിൽറ്റർ നമ്മൾ വെച്ചിട്ടില്ല. ഇതിൻ്റെ ഫിൽട്രേഷൻ ഏരിയ ഒരു ഫിൽറ്റർ വരുന്നത് ഇവിടെയാണ്. പിന്നെ ഇതിൻ്റെ താഴത്തുണ്ട് ഒരു ഫിൽറ്റർ, താഴെ നിന്നുള്ള സെക്ഷൻ വലിക്കാൻ താഴത്തൊരു ഫിൽറ്റർ ഉണ്ട്. അത് നമ്മൾ വെച്ചിട്ടുള്ള ഒരു ഫൈനൽ ലുക്കിലേക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇത് നമ്മളെപ്പോഴും ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിടാനുള്ള ചിമ്മിണി അല്ല, ഇത് നമ്മളെപ്പോഴും ക്ലോസ്ഡ് ആയിട്ട് തന്നെ വെക്കേണ്ട ചിമ്മിണിയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത് സർവീസിൻ്റെ പർപ്പസിന് വേണ്ടി വരുന്ന സമയത്ത് മാത്രം നമുക്കിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മോഡലാണത്. ഇപ്പോൾ ഇതാണ് കേട്ടോ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഈ ചിമ്മിണി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ളത്. അപ്പോൾ കണ്ടില്ല, ഇതിൻ്റെ ഡെക്റ്റീവർ പല ആൾക്കാർക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. ഈ ഒരു ഹൈറ്റ് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഇതുപോലത്തെ ഒരു പഴയ ഡെക്റ്റീവറോ അല്ലെങ്കിൽ അഡീഷണൽ ഡെക്റ്റീവർ ഇട്ട് സെറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വുഡ് വർക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ആ മേളിലത്തെ ഭാഗം അത് ക്ലോസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് കുറച്ച് വർക്ക് കൂടി അവിടെ ചെയ്യാനുണ്ട്. ഇതിപ്പോൾ ഒരു ഫൈനൽ ലുക്കാണ് ഈ ഒരു ചിമ്മിണി കാണാനായിട്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഞാനിപ്പോൾ മുമ്പ് നിന്നപ്പോഴത്തേക്ക് എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ആംഗിളിൽ നിന്നിട്ട് എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഹൈറ്റുള്ളതുകൊണ്ട് എൻ്റെ തല ഇവിടെ തന്നെ പോയിരിക്കും. അപ്പോൾ ഈ ഒരു ചിമ്മിണി എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ ഹൈറ്റുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി കൺവീനിയൻസ് ആയിരിക്കും ഇങ്ങനത്തെ ഒരു മോഡൽ ചിമ്മിണി വെക്കുമ്പോൾ. അപ്പോൾ നമുക്കിവിടെ ഈ ബർണറിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് നോക്കി നമുക്ക് കുക്ക് ചെയ്യാം. തല ഒന്നും മുട്ടുന്ന പ്രശ്നമൊന്നുമില്ല. സ്ലാൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ്. വർക്കിംഗ് എല്ലാം പക്കയമായിരിക്കും. അപ്പോൾ ഈ ഒരു ചിമ്മിണിയുടെ ഇൻസ്റ്റലേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.